മാഷ് RSSന്റെ ചുമതലയിലുണ്ടായിരുന്നതാണ്. RSSന്റെ വിവിധ ചുമതലകൾ വഹിച്ചു, വിവിധ ജില്ലകളിൽ വഹിച്ചു. മാഷ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കണ്ണൂർ ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ ഒക്കെ മാഷ് പ്രവർത്തിച്ചിട്ടുണ്ട്, വിവിധ ചുമതലകൾ. ഈ RSSൽ നിന്നും BJPയിലേക്ക് പോകാൻ പലരും വിമുഖത കാണിക്കുമെന്നാണ് പൊതുവിൽ കേട്ടിട്ടുള്ളത്, പൊതുവിൽ അറിഞ്ഞിട്ടുള്ളത്. മാർഷക്കും അത്തരം ഒരു വിമുഖത ഉണ്ടായിരുന്നോ BJPയിലേക്ക് വിടുമ്പോൾ? RSS രാഷ്ട്രീയം എനിക്ക് താല്പര്യമുള്ളൊരു മേഖലയാണ്. സംഘത്തിന്റെ നേരിട്ടുള്ള ശാഖാ പ്രവർത്തനത്തിൽ വരുന്നതിന് മുന്നേ ഞാൻ BJPയിലാണ് പ്രവർത്തിച്ചു തുടങ്ങി. വിദ്യാർത്ഥി മോർച്ചയുടെ എന്തോ ചുമതല, വിദ്യാർത്ഥി മോർച്ചയുടെ കേട്ടിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ സമിതി അംഗം എന്ന നിലയ്ക്ക് ചുമതലയൊക്കെ നിശ്ചയിച്ചു. ആ നിലയ്ക്കാണ് തുടക്കം. പിന്നീട് അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJP രൂപപ്പെടുത്തിയതിന് ശേഷം 1982 ആദ്യമായിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പ്. 82 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ K. കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ ജന്മഭൂമിയുടെ മുതിർന്ന കാര്യകർത്താവായിരുന്ന കുഞ്ഞിക്കണ്ണേട്ടനാണ് സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നത്. ആ കാലം തൊട്ടാണ് ഞാൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് തന്നെ പ്രവർത്തനം തുടക്കം BJPയിലാണ്, 82 തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. പിന്നീട് 84 ഞങ്ങളുടെ പ്രദേശത്ത് സംഘത്തിന്റെ ശാഖ തുടങ്ങുന്നതും ശാഖയിൽ സജീവമാകുന്നതും. പിന്നെ സ്വാഭാവികമായും BJP എന്ന മേഖല വിട്ട് സംഘം എന്ന നിലയിലേക്ക് വരികയാണ്. പിന്നീട് അധ്യാപന ജോലി റിട്ടയർമെന്റ് ആ വർഷത്തിലാണ് വീണ്ടും BJPയിൽ ചുമതല ഏറ്റെടുക്കണം എന്നുള്ള നിലയ്ക്ക് നിയോഗമുണ്ടായത്. ഈ മാഷയുടെ ഒരു പ്രൊഫൈൽ നോക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ് മാഷ് ജനിക്കുന്നത്. മാഷ കുടുംബത്തിൽ നിന്നും ആദ്യമായി സംഘപരിവാര രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് മാഷാണെന്ന് പറയുന്നത്. ആ കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നും എങ്ങനെ ഒരു സംഘപരിവാര രാഷ്ട്രീയത്തിലേക്ക് മാഷ് എത്തുന്നു? അതെ, ഞാൻ പറഞ്ഞല്ലോ, ഈ രാഷ്ട്രീയ ബോധം അല്ലെങ്കിൽ രാഷ്ട്രീയത്തോടുള്ള താല്പര്യം വളരെ ചെറുപ്പം തൊട്ട് തന്നെ. അതിന് 1-2 നിമിത്തങ്ങളുണ്ട്. ഒന്ന്, പിന്നെ ഞങ്ങളുടെ പ്രദേശത്ത് CPIMന്റെ അതിശക്തമായ പ്രവർത്തനം നടക്കുന്നൊരു മേഖലയാണ്. പാർട്ടി ഗ്രാമം എന്ന് പറയാവുന്ന തരത്തിൽ. മാഷയുടെ ഫാമിലിയും അതിനോടൊപ്പം ആയിരുന്നു. എൻ്റെ അച്ഛൻ ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡറായിരുന്നു. അദ്ദേഹത്തിന് പാർട്ടി നൽകിയ ചുമതല ദേശാഭിമാനി പത്രത്തിന്റെ പ്രചാരമാണ്. അച്ഛൻ അധ്യാപകനായിരുന്നു. സ്കൂളിലേക്ക് പോകുന്ന സമയത്തിന് മുമ്പായിട്ട് ദേശാഭിമാനി പത്രം വീട്ടിലെത്തും. ആ സ്കൂളിലേക്ക് പോകുമ്പോൾ ദേശാഭിമാനി തോളത്ത് വെച്ച് അച്ഛൻ പോകും. പോകുന്ന വഴിക്കൊരു ചായക്കടയുണ്ട്. ചായക്കടയിൽ കയറിയിട്ട് ചായ കുടിക്കണം. ചായ കുടിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരുണ്ടാവും, ചായ കുടിക്കാൻ വന്നവരൊക്കെ ഉണ്ടാവും. ഈ ദേശാഭിമാനി പത്രം നിവർത്ത് പിന്നെ ഡെസ്കിൽ വെക്കണം, അല്ലെങ്കിൽ വായിച്ച് എന്തെങ്കിലും ഹെഡിങ് ഒക്കെ വായിച്ച്. അങ്ങനെ ദേശാഭിമാനി എന്നൊരു പത്രത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഇത് സസൂക്ഷ്മം ശ്രദ്ധിക്കാറുണ്ട്. അച്ഛൻ വീട്ടിൽ സംസാരിക്കുമ്പോഴൊക്കെ ഈ പറയുന്ന പാർട്ടിയുടെ ആശയങ്ങളൊക്കെ നല്ല തോതിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, കമ്മ്യൂണിസത്തെ കുറിച്ച്. എങ്ങനെയാണ് മാഷ് സംഘപരിവാറിലേക്ക്? അതിനും നിമിത്തങ്ങളുണ്ട്. ഞാൻ സത്യത്തിൽ അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ. അപ്പൊ ഈ 7ാം ക്ലാസ് മുതൽ, എന്റെ ഓർമ്മയിൽ അങ്ങനെയാണ്, 7ാം ക്ലാസ് മുതൽ എനിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം വരയ്ക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹോബി. അപ്പൊ അങ്ങനെ അരിവാൾ ചുറ്റിക നക്ഷത്രമൊക്കെ വരയ്ക്കുക, അതൊക്കെ അങ്ങനെയാണ്. പിന്നെ പാർട്ടി ഓഫീസിൽ കയറി കുട്ടികളൊക്കെ ചേർന്നുള്ള കളികളും, പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മുദ്രാവാക്യം വിളിയും, ബാലസംഘത്തിന്റെ പ്രവർത്തനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അടുത്ത് തന്നെ ഒരു വായനശാല ഉണ്ടായിരുന്നു, വായനശാല പ്രവർത്തനം. അപ്പൊ ഈ സമയത്തൊക്കെ SFI എന്ന നിലയ്ക്ക് ഹൈസ്കൂൾ തലം മുതൽ പ്രീ ഡിഗ്രി തലം വരെ SFIയിൽ സജീവ പ്രവർത്തനമായിരുന്നു. പിന്നീട് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ഈ പറയുന്ന കമ്മ്യൂണിസം, SFIയുടെ പ്രവർത്തനം, CPIMന്റെ പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തനം, അതൊരു തരത്തിൽ ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിന് ഘടകവിരുദ്ധമായ ഒരു സാഹചര്യമാണ് പ്രവർത്തനത്തിലൂടെ എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഞാൻ വായനശാലയെക്കുറിച്ച് പറഞ്ഞു. ഈ വായനശാലയുടെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി സംഘടിതമായി നടന്ന ചില പ്രവർത്തനങ്ങൾ എനിക്കറിയാം. അതുപോലെ കോളേജിൽ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്ക് മട്ടന്നൂർ PRNSS കോളേജിലാണ് പഠിച്ചത്. ആ സമയത്ത് കോളേജ് ഇലക്ഷൻ സമയത്തൊക്കെ SFI പ്രവർത്തകരിൽ നിന്നുണ്ടായ ചില എൻ്റെ മനസ്സിന് ദഹിക്കാത്ത, എനിക്ക് നല്ലതെന്ന് തോന്നാത്ത ചില പ്രവർത്തനങ്ങൾ, ഒരുതരം മടുപ്പ്, ഈ പ്രസ്ഥാനം അത്ര നല്ലതല്ല എന്നൊരു തോന്നലുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ഒരു പ്രവർത്തനത്തിലും ഇല്ലാതെ ഒരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക് എല്ലാം നോക്കി കാണുന്ന തരത്തിൽ കൂടുതൽ വായനശാല പ്രവർത്തനങ്ങളിൽ, SFI പ്രവർത്തനത്തിന് മാറി ഒരു നിഷ്പക്ഷനാവാനുള്ള ശ്രമത്തിലായിരുന്നു. ആ സമയത്ത് വായനയുണ്ട് നല്ല തോതിൽ. ഈ പറഞ്ഞ വായനശാലയിൽ പോയി പീരിയോഡിക്കൽസ് ഒക്കെ വായിക്കും. അതിൽ എന്നെ ആകർഷിച്ച ഒരു ലേഖനം അന്തരിച്ച ഏറ്റവും ബഹുമാന്യനായ അക്കിത്തം നമ്പൂതിരിയുടെ മഹാകവി അക്കിത്തത്തിന്റെ ഒരു ഉജ്ജ്വലമായ ലേഖനം, ഭാരതീയ ദർശനത്തിന്റെ
ആനുകാലിക പ്രസക്തി എന്ന നിലക്കോ മറ്റോ ആയിരുന്നു അതിന്റെ ഹെഡിങ്. ഞാൻ 1-2 തവണ അത് വായിച്ചിട്ടുണ്ട്. അതിൽ ഭാരതീയ ദർശനത്തിന്റെ മഹത്വപൂർണമായ വിവിധ തലങ്ങളെക്കുറിച്ചുള്ള അത്യുജ്വലമായ ആവിഷ്കാരമായിരുന്നു മഹാകവിയുടെ ആ ലേഖനം. അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. പിന്നെ എൻ്റെ ഈ നിഷ്പക്ഷത, അതായത് SFIയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ്, ഒന്നുമില്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ മകൻ എന്നൊക്കെ കണ്ടതുകൊണ്ടാവാം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, കളിക്കൂട്ടുകാരനാണ്, ഗോകുൽദാസ് എന്നാണ് പേര്. അദ്ദേഹം ബോംബെയിലാണ് ഇപ്പോൾ. അദ്ദേഹം എനിക്ക് ഒരു പുസ്തകം കൊണ്ടുതന്നു, ഇന്ത്യൻ കമ്മ്യൂണിസവും ഹിന്ദു ധർമ്മവും. പി പരമേശ്വർജി എഴുതിയ ഒരു ചെറിയ പുസ്തകമാണെങ്കിലും ആശയം കൊണ്ട് അത് വളരെ വിശാലമായിരുന്നു. എന്താണ് ഹിന്ദുത്വം, എന്താണ് കമ്മ്യൂണിസം, ഇത് രണ്ടും തമ്മിലുള്ള താരതമ്യം, കമ്മ്യൂണിസത്തിന്റെ പോരായ്മകൾ എന്തൊക്കെ, ഹിന്ദുത്വത്തിന്റെ ഭാവാത്മകത എത്രത്തോളമുണ്ട്, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഭാരതത്തിന് അനുയോജ്യമായ തരത്തിൽ എങ്ങനെ വികസിപ്പിച്ചെടുക്കാം എന്നൊക്കെയുള്ള ആ പുസ്തകം വല്ലാതെ സ്വാധീനിച്ചിരുന്നു. നമ്മുടെ മുൻ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന മുരളിയേട്ടന്റെ ഒരു പ്രഭാഷണം, ഞാൻ അത് മട്ടന്നൂർ കോളേജിൽ പഠിക്കും, വി മുരളീധരൻ മട്ടന്നൂർ കോളേജിൽ പഠിക്കുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യവും വിദ്യാർത്ഥി സംഘടനകളും എന്നൊരു വിഷയത്തിൽ ഒരു സിമ്പോസിയം ഉണ്ടായിരുന്നു. അപ്പം മുരളിയേട്ടൻ ABVPയുടെ അന്ന് അദ്ദേഹം ABVPയുടെ മുഴുവൻ സമയ പ്രവർത്തകനാണ്. ABVPയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാനുള്ള ആളായിട്ട് ഇദ്ദേഹം വരുന്നു. പിന്നെ PK പോക്കർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡീനായിരുന്നു. പിന്നെ കോൺഗ്രസിന്റെ ഈ KSUവിന്റെ ഭാഗത്തുള്ള ആളുടെ. അപ്പൊ ആ ഒരു സിമ്പോസിയത്തിൽ ഇദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിലെ ചില പദപ്രയോഗങ്ങൾ, പ്രത്യേകിച്ച് ദേശീയത, ദേശീയോദ്ഗ്രഥനം, ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം, സ്വാതന്ത്ര്യത്തിന് നമ്മൾ കേട്ടറിഞ്ഞതിനേക്കാൾ കൂടുതൽ അർത്ഥതലങ്ങളുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നൽകുന്നൊരു പ്രഭാഷണമായിരുന്നു മുരളിയേട്ടൻ്റെതായിട്ട്. അതും വളരെയേറെ സ്വാധീനിച്ചു. പിന്നെ ഒക്കെ കൂടി എൻ്റെ കാലുകൾ മെല്ലെ സംഘത്തിന്റെ ശാഖയിലേക്ക് ചലിച്ചു. അതില് നിമിത്തമായത് ഗോകുൽദാസാണ്. മഹാകവി അക്കിത്താണ്. ആ ഘട്ടത്തിൽ സാധാരണഗതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നും ഒരാൾ RSSലേക്ക് പോകുമ്പോൾ വലിയ രീതിയിൽ എതിർപ്പുണ്ടാവുമല്ലോ. അങ്ങനെ എതിർപ്പ് നേരിടേണ്ടി വന്നിരുന്നു? എതിർപ്പുണ്ടായിരുന്നു. അച്ഛൻ മാത്രമല്ല, എൻ്റെ മൂത്ത സഹോദരൻ ജ്യേഷ്ഠൻ, അദ്ദേഹം ഇപ്പില്ല, ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം KSYFന്റെ ആ ഭാഗത്തെ പഴശ്ശി വില്ലേജ് കമ്മിറ്റിയുടെ ഈ വളണ്ടിയർ സംവിധാനത്തിന്റെ ഒക്കെ ചുമതലക്കാരനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ സംഘത്തിന്റെ ശാഖയിലെത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ശാഖയിലേക്ക് പോയി തുടങ്ങുന്നു എന്ന് കണ്ട സമയത്ത് അച്ഛന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചത്ര ഒരു എതിർപ്പുണ്ടായിരുന്നില്ല. ഉണ്ടായിരിക്കും, അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ പ്രകടിപ്പിച്ചൊന്നും വരുന്നില്ല. ജ്യേഷ്ഠനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ സുഹൃത്തുക്കൾ, നാട്ടുകാർ, SFIയിലൊക്കെ പ്രവർത്തിക്കുമ്പോണ്ടായിരുന്ന സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ നിരന്തരം കാണുന്ന സമയത്ത് ഇത് ശരിയല്ല, ഈ പോക്ക് ശരിയല്ല, ഇത് അവസാനിപ്പിക്കണം എന്ന തരത്തിലുള്ള ഉപദേശരൂപേണയും ഒരു പക്ഷേ കുറച്ചുകൂടി സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് വഴക്ക് പറയുന്നത് പോലെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള അനുരണനങ്ങൾ, പ്രതികരണങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് ശരി, ഇത് മാത്രമാണ് ശരി എന്നൊരു ബോധ്യത്തിലേക്ക് ഉറപ്പിക്കുകയാണ്. 84-85 കാലമൊക്കെ ആകുമ്പോഴേക്കും ഇതിനപ്പുറത്തൊരു ശരിയില്ല എന്ന ഉറച്ച നിലപാടിലേക്ക് എത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.